കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഈ ദൈവസഭയോടും കർത്താവിൻ്റെ ദാസനോടും ഞാൻ എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളോട് ഉള്ള കൂട്ടായ്മ, അൽക്കോറിലും ഇവിടുത്തെയുള്ള കൂട്ടായ്മ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരുന്നു. പല കാര്യങ്ങൾ എനിക്ക് തന്നെ വചനം വായിക്കാനും ചിന്തിക്കാനും ഇൻട്രോസ്പെക്റ്റ് ചെയ്യാനൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കുന്നു. ഈ ദിവസങ്ങളിലുള്ള ദൈവജന പഠനം ദൈവസഭയ്ക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണ് ഈ ദിവസങ്ങളിലുള്ള ധ്യാനത്തിന് വേണ്ടി നാം എടുത്തിരിക്കുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായം എൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നാകുന്നു. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ നോക്കി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം എടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രസംഗത്തിലേക്ക് നാം ഒന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി മുന്നോടിയായിട്ട് നമ്മൾ നോക്കുന്ന വാക്യമാണ്. മത്തായി 24-ന്റെ 3-ാമത്തെ വാക്യം. അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് തൻ്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കും എന്നും നിൻ്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഇപ്പം കർത്താവ് തൻ്റെ വരവിനും ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് ആദ്യം പറഞ്ഞത് ഭൂകമ്പം ഉണ്ടാകുന്നു, യുദ്ധം സംഭവിക്കുന്നൊന്നും അല്ല പറഞ്ഞത്. അതിൻ്റെ 4-ാമത്തെ വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ എന്ത് ചെയ്യണം? ആരോടായി പറയുന്നത്? 3.5 കൊല്ലം കർത്താവിനോടുകൂടെ നടന്ന് തിരുവചനം നേരിട്ട് കേട്ട ശിഷ്യന്മാരോട് പറയുകയാണ്, സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ആണെങ്കിൽ എൻ്റെ നിങ്ങളുടെ കാര്യമൊന്ന് ചിന്തിച്ചേ. അപ്പം കർത്താവിൻ്റെ വരവിൻ്റെ ആദ്യത്തെ അടയാളം അനേകർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വഞ്ചനയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് എറർ, അനേകരെ തെറ്റിച്ച് കളയും. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു. നല്ലതുപോലെ ഓടിക്കൊണ്ടിരുന്നവരാ, പക്ഷേ ആ ഓട്ടം തടുത്തു. പക്ഷെ അവരറിയുന്നില്ല. അതാണ് ഇപ്പോൾ സഭകളിൽ നടക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുക, അവർ വിചാരിക്കുന്നത് പോകുന്നത് ശരിയായ പാതയെന്നാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പൗലോസിന് എഴുതി വിടേണ്ട വന്നു. നിങ്ങളെ ആരാ ഈ തടുത്തത്? എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നു, അയ്യോ ഞങ്ങൾ വളരെ ദൂരെ സഞ്ചരിക്കുക. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കഴിഞ്ഞ 1 മാസം മുമ്പേ വരികയും അത് എനിക്ക് വ്യക്തിപരമായി പഠിക്കുകയും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയിൽ അത് കുറച്ചായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ ദൈവസഭയിൽ മാത്രമല്ല ഇത് പറയേണ്ട, പൊതു ദൈവമക്കളും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിവേചിക്കുക എന്നുള്ള കാര്യം വളരെ കുറഞ്ഞിരിക്കുന്ന, ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നുപോയി. അതുകൊണ്ട് കർത്താവേ, ഹെൽപ്പ് മീ ടു ഡിസേൺ, വിവേചിക്കാനുള്ള കൃപ എനിക്ക് നൽകണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ
നമ്മുടെ മക്കൾക്ക് ഒരു ആഹാരം കൊടുക്കുന്നതിന് മുമ്പേ അതിനെ സൂക്ഷിച്ച് നോക്കും, സ്മെല്ല് നോക്കും, അത് പഴയതാണോ, അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളൂ, അല്ലേ? ഒരു സ്കൂളിന് അഡ്മിഷൻ എടുത്തേ, അവിടെ അറിയാതെ ഏതെങ്കിലും ടീച്ചർമാരുണ്ടോ എന്ന് നോക്കും. ആ സ്കൂളിനെ കുറിച്ചൊന്ന് നമ്മളൊന്ന് അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ അവരെ പഠിക്കാൻ വരെ വിടത്തുള്ളൂ. അല്ല 12 കഴിഞ്ഞിട്ട് വെളിയിലോട്ട് വിടുന്നതോ എന്തോ ടെസ്റ്റിങ്. പക്ഷേ ഒരിടത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തില്ല, പരിശോധിക്കത്തില്ല. വി ഡോണ്ട് ഡിസേൺ. ഇറ്റ്സ് സ്പിരിച്വലി ആത്മീകമായിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു നിസ്സംഗ മനോഭാവം. ആരെന്തോ പറഞ്ഞാലും സ്തോത്രം പറയും. ഒന്ന് ഇളക്കി വിട്ടാൽ മതി. ആരെന്തോ പറഞ്ഞാലും സ്തോത്രം പറയും. ആരെന്തോ പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രവും കയ്യടിയിലും അതങ്ങ് പോകും. നമ്മൾ വളരെ ശാന്തമായി ഒന്ന് ചിന്തിക്കണം. ഈ വർഷാവസാനം നമ്മൾ ധൃതിക്ക് പോകരുത്, ജനുവരി 1 ചാടിപ്പോകരുത്. അതുകൊണ്ട് ശാന്തമായി ഒന്ന് ബ്രേക്കൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് പുറകോട്ടൊക്കെ ചിന്തിക്കണം. ഞാൻ ഈ 11 മാസം കഴിച്ച ആഹാരം എന്തോ ആഹാരമാണ്. ഞാൻ ഈ ഫിസിക്കൽ ഫുഡിനെ കുറിച്ചല്ല കേട്ടോ, ആത്മീയ ആഹാരം എന്തുവാ ഞാൻ ഈ കഴിച്ച 11 മാസം കഴിച്ചത് ജീവിതത്തിൽ കാണാം, ഇല്ലേ? നമ്മളെന്തോ കഴിക്കുക നമ്മുടെ ശരീരത്തിൽ കാണത്തില്ലേ എന്നതുപോലെ ആത്മീകമായി എന്തോ കഴിച്ചതെന്ന് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാണാം. ഭൗതികമാണോ തലയിൽ കയറിയിരിക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ശാന്തമായിട്ട് ഇങ്ങനെ പറയുമ്പം നമുക്കിച്ചിരി ഓളമൊക്കെ വേണം പെന്തക്കോസ്റ്റിൽ. അപ്പം അതില്ലാത്തത് കൊണ്ട് ഉപവാസ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ശാന്തമായിട്ട് നിന്ന് പറയുന്നത് ശരിയല്ലല്ലോ, ഇച്ചിരി ഒന്ന് വേണം. അങ്ങനൊന്നും തിരിക്കില്ല. ശാന്തമായിട്ട് തന്നെ നമുക്ക് ചിന്തിച്ച് പോയി ഇത് ഇറങ്ങണം നമ്മുടെ അകത്ത്. ഇറ്റ് ഷുഡ് സിങ്ക് ഇൻ അവർ ഇയേഴ്സ്, ത്രൂ അവർ ഇയേഴ്സ് ടു അവർ ഹാർട്ട്സ്. അങ്ങനെ കർത്താവ് നമുക്ക് അനുവദിച്ചാൽ 2025 കാണാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നാൽ, കർത്താവേ ഐ ഹാവ് ഡിസൈഡഡ് ടു ഹീറ്റ് ഹൈജീനിക് ഫുഡ്. ഞാൻ അവിടെ ഇവിടെയും കിട്ടുന്നതൊന്നും കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കരുത്. അവിടെ ഞാൻ കഴിക്കത്തില്ല. ടേസ്റ്റായിരിക്കും, തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് നല്ല ടേസ്റ്റ് അല്ലേ? പക്ഷേ തട്ടുകടയിൽ നിന്ന് എല്ലാ ദിവസവും കഴിഞ്ഞാൽ തട്ടിപ്പോവും. ഫാസ്റ്റ് ഫുഡ് ടേസ്റ്റാണ്, പക്ഷേ വീട്ടിലുള്ള ആഹാരം ഹൈജീനിക്കാണ്. ഇങ്ങനെ നാം ഭൗമികമായി ചിന്തിക്കുന്നെങ്കിൽ ആത്മീകമായി എത്ര അധികം ചിന്തിക്കണം. ഞാൻ കഴിക്കുന്ന ആഹാരം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സൗണ്ട് ടീച്ചിങ് അല്ലാതെ ഒരു കാര്യം ഞാൻ എടുക്കത്തില്ല, ഏത് വലിയ പുള്ളി വന്ന് പറഞ്ഞാലും. അങ്ങനെ തീരുമാനം എടുക്കണം ദൈവസഭ. അങ്ങനെ ദൈവദാസന്മാർ തീരുമാനമെടുക്കണം. ഞങ്ങളുടെ ദൈവസഭയിൽ ഉപദേശം കറ തീർന്ന് പ്രസംഗിക്കാത്ത ഒരു പുള്ളിയെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യത്തില്ല. അത് പാട്ടുകാരായിക്കൊള്ളട്ടെ. ഗോർഡൻ ഡീഫി എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞു, ഷോ മീ ദ സോങ്സ് ഓഫ് യുവർ ചർച്ച്, ഐ വിൽ ടെൽ യു ദ തിയോളജി. നിങ്ങളുടെ സഭയിലെ ദൈവശാസ്ത്രം എന്താണെന്ന് ഞാൻ പറയാം, ഒന്ന് പാട്ടൊന്ന് കാണിച്ചേ. നമ്മുടെ പാട്ടുകളിൽ തന്നെ നമ്മൾ എന്തോ വിശ്വസിക്കുന്നതെന്ന് നമ്മൾ പാടുന്നത്. അപ്പം നമ്മുടെ പാട്ട്, നമ്മുടെ ധ്യാനം, നമ്മുടെ എല്ലാ കാര്യവും ഐ വിൽ സ്റ്റഡി, ഞാനത് പഠിക്കും. ഐ വിൽ ഈറ്റ് ദ സൗണ്ട് ഹൈജീനിക് ഫുഡ്. അതാണ് മലയാളത്തിൽ നല്ല തർജ്ജമയാണ്, പഥ്യ ഉപദേശം. അതിന് നമ്മൾ തീരുമാനം എടുക്കണം. ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഷാർജ ചർച്ച് വിട്ട് വെളിയിലെങ്ങും അങ്ങനെ 2016 ശേഷം പോവാറില്ല. ആരെയും ഒരാളെ പോലും മീറ്റിംഗ് വിളിക്കാറില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. ഇവിടെ ഞാൻ വന്നത് ദൈവം അയച്ചുകൊണ്ട് ദൈവ നിയോഗത്തിൽ വന്നതാണ്. എനിക്ക് പറയാൻ ഒരു മെസ്സേജ് കർത്താവ് തന്നിട്ടുണ്ട് ദൈവമക്കളോട്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് പോകാനുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ദൂത് ഈ ദൈവസഭയോട് പറയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വചനമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നിരസിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം ഞാൻ പറയുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തെ നിരസിക്കാൻ കഴിയത്തില്ല. നിരസിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വേറെയാണ്. മനുഷ്യവാക്കല്ല,
ഒരു പുതിയ കാര്യവും ഞാൻ പറയുന്നില്ല ഇവിടെ. ഇന്നലത്തെ ദിവസത്തെ മെസ്സേജ് കേട്ടവർക്കറിയാം. ഡിഡ് ഐ സ്പീക്ക് എനിത്തിങ് ന്യൂ? ഒരു പുതിയ കാര്യമില്ല. പുതിയത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ പ്രശ്നമുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവരെ സൂക്ഷിക്കണം, ഇവരെ ശോധന ചെയ്യണം, ഡിസേൺമെൻറ്റ്. ഞാനൊരു കോട്ട് പറഞ്ഞായിരുന്നു, എന്നെ വളരെ ടച്ച് ചെയ്തൊരു കോട്ടാണ് ചാൾസ് സ്പർജൻ്റെ കോട്ട്. എന്താണ്? വിവേചനം എന്നുള്ളത് ശരിയും തെറ്റും വിവേചിക്കുന്നതല്ല, പിന്നെ പറഞ്ഞാട്ടെ, ശരിയും ഏകദേശ ശരിയും. അപ്പം ഏകദേശ ശരി പോലിരിക്കും. അതാണ് നമുക്ക് വിവേചിക്കാൻ പാട്. ഗലാത്യ സഭയിൽ പാമ്പ് വന്ന് നിന്ന് പ്രസംഗിക്കുക മറ്റൊരു യേശുവിനെ, പക്ഷെ അവർക്കറിയുന്നില്ല. ഗലാത്യ സഭയിൽ പാമ്പ് വന്ന് നിന്നിട്ട് മറ്റൊരു സുവിശേഷം പറയുക, വേറൊരു ആത്മാവിനെ, പക്ഷെ അവർക്കറിയുന്നില്ല. കൊരിന്ത്യ സഭയിൽ അങ്ങനെ സംഭവിക്കുന്നു, ഗലാത്യ സഭയിൽ സംഭവിക്കുന്നു. പൗലോസിന് എഴുതി പറയേണ്ട വന്നു, നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞു എന്ന്. അപ്പം അതുകൊണ്ട് ഈ വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്ന ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് വളരെ വിനയത്തോടെ പറയാം. നമ്മൾ സുബോധമുള്ളവരായി നടക്കണം. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, ഇരുട്ടിൻ്റെ മക്കളല്ല. വെളിച്ചത്തിൽ നടക്കുന്നത് പോലെ സുബോധമുള്ളവരായി നടക്കണം. എന്താ എൻ്റെ അർത്ഥം? സുബോധമുള്ള വെള്ളം അടിച്ചു വരെ കണ്ടിട്ടില്ലേ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന് മേജറാവും, ഇല്ലേ? മിലിറ്ററിയിലെ വലിയ മേജറാവും. അവൻ പറയും ഞാൻ മേജറാണ്, ഞാൻ പോലീസാണെന്നൊക്കെ പറയും. സുബോധം ഉണ്ടെങ്കിൽ പറയൂ? പറയത്തില്ല. സുബോധം പോയി കഴിയുമ്പോൾ പിന്നെ എന്തും പറയും, അടി കിട്ടും, എന്തോ ചെയ്താലും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനല്ല, വെള്ളമടിച്ചവരെ പോലെ അല്ല നടക്കേണ്ടത്. ആര് എന്തോ പറഞ്ഞാലും ഏറ്റെടുക്കുകയും ആര് എന്തോ പറഞ്ഞാലും അതിൽ സ്തോത്രവും കയ്യടിയും ഹല്ലേലൂയ പറയല്ല. അത് കേട്ടത് അത് ശോധന ചെയ്യണം. ഇത് തിരുവഴുത്തിലുണ്ടോ അങ്ങനെ ഈ പറഞ്ഞ കാര്യം? അത് ശോധന ചെയ്യണം. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി വളരെ ഭയത്തോടെ വേണം ഈ പുൽപ്പറ്റി നിൽക്കാൻ. ഇവിടെ ഉള്ളവരെ അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ബറോവക്കാരാ. ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഇവർ പുസ്തകം തുറന്ന് നോക്കും, പാസ്റ്ററെ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്ന്. സ്തോത്രം. അപ്പോൾ നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് നമുക്ക് ഒന്ന് ധ്യാനിച്ചു പോകാം. അവിടെ ഒന്ന് വായിച്ചോട്ടെ, 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആ ആ ആ ശോധന ചെയ്യണം. ആ വേർഡാണ് നമ്മുടെ കുറിവാക്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത്, ഡിസേൺമെൻറ്റ്. കർത്താവ് ഈ 2024 ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയെ, ഇവിടെയുള്ള ദൈവസഭയെ, ദൈവമക്കളെ ആ വിവേചിക്കാൻ നമ്മളെ വിളിക്കുക. കോളിങ് അസ് ഫോർ ഡിസേൺമെൻറ്റ്. ചുമ്മാ ബോധമില്ലാത്തവരെ പോലെ അങ്ങനെ പോകരുത്. ഡിസേൺ, സിറ്റ് ഡൗൺ, ബ്രേക്ക്, ശോധന ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 2-ാമത്തെ വാക്യം പറയുകയാണ്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളത് അല്ല. അപ്പം എങ്ങനെയാണ് ശോധന ചെയ്യേണ്ടതാണ് ഇന്നത്തെ പഠനത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ശോധന ചെയ്യേണ്ടത്? അതിൻ്റെ മെഷറിംഗ് റോഡ് എന്താണ്? What is the measuring rod to discern? What is the yardstick? എന്താണ് അളവുകോല്? നമുക്ക് അന്വേഷിച്ചെങ്ങും പോവണ്ട. ഇവിടെ തന്നെ യോഹന്നാൻ പറയുകയാണ്, ഞാൻ പറയാം എന്താണ് അളവുകോല്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളത് അല്ല. 2-ാമത്തെ വാക്യം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അളവുപോലെ തന്നെ പറയുക, ഇതിനാൽ അറിയാം യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. അപ്പം എന്താ അളവുകോല്? കർത്താവ് യേശു ക്രിസ്തുവാണ് അളവുകോല്. He is the measuring rod. He is the yardstick. കർത്താവാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ആ വാക്യത്തിൻ്റെ ആ ഒരു പദം 2-ലും 3-ലും ഉണ്ട്. സ്വീകരിക്കാത്ത. എന്താ ഈ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം? കൺഫെസ്. സ്നാനപ്പെട്ട്
ആ വെള്ളത്തിൽ നിന്ന് പറയുന്ന കാര്യം ഉണ്ട്. യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രഖ്യാപിച്ച് സഭയുടെ മുമ്പിൽ പ്രൊക്ലെയിം ചെയ്ത് പറയുകയാണ് ആ സ്നാനപ്പെടുന്ന വ്യക്തി. അതുണ്ട്. എന്നാൽ അതെന്തിനാ ചെയ്തത്? ഇനി മുതൽ മൈ ലൈഫ് വിൽ അലൈൻ ടു വാട്ട് ഐ പ്രൊഫസ്. ഞാൻ വായും കൊണ്ട് ഏറ്റു പറഞ്ഞതനുസരിച്ച് ഇനി ഞാൻ എൻ്റെ ജീവിതം ജീവിക്കും. അതിലെൻ്റെ അർത്ഥം. അല്ലാതെ സ്നാനപ്പെട്ടപ്പോൾ ചുമ്മാ അങ്ങ് പറഞ്ഞതാ, അങ്ങനാണോ? അല്ല. വിവാഹത്തിന് സമയത്ത് ഉഭയസമ്മതം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പറയും. ആ പറയുന്ന സമയത്ത് അതവിടെ ചുമ്മാ പറഞ്ഞതാണോ? അല്ല. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഇതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അങ്ങനൊരവസ്ഥ വരും. അങ്ങനൊരവസ്ഥ വരുമ്പോൾ ആ വിവാഹ ദിവസം കൺഫസ് ചെയ്ത പറഞ്ഞ കാര്യത്തെ ആ സാഹചര്യത്തിൽ ഐ വിൽ ഒബേ, ഞാൻ അതുപോലെ ചെയ്യും. അതാണ് എൻ്റെ അർത്ഥം. അപ്പം ജീസസിനെ കർത്താവ് എന്നും ജഡത്തിൽ വന്നു എന്ന് ഞാൻ കൺഫസ് ചെയ്യുമ്പോൾ ആ കൺഫസ് എന്ന് പറയുന്ന ഒറ്റൊരു സന്ദർഭമല്ല, അത് ജീവിതത്തിൻ്റെ ശൈലിയിൽ, ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു വരണം, ഡിസ്പോസിറ്റ് ആകണം, അത് കാണണം. ഞാൻ അതുകൊണ്ടാണ് സ്നാനത്തിൻ്റെയും വിവാഹത്തിൻ്റെയും കാര്യം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ ടൈം. അത് ജീവിതത്തിൽ, അത് എല്ലാ മേഖലകളിലും കാണണം. അപ്പം ഇത് ശോധന ചെയ്യേണ്ടത്, ഡിസേൺ ചെയ്യേണ്ട മാർഗദണ്ഡം അല്ലെങ്കിൽ യാഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ജീസസ് ആണ്, യേശു കർത്താവാണ്. എന്നെ കർത്താവ് പഠിപ്പിച്ചത് പലരും പെന്തക്കോസ്ത് സഭയിലുള്ള മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ യൂസിങ് എ റോങ് മെഷറിംഗ് റോഡ്. തെറ്റായ അളവുകോലാണ് കയ്യിലിരിക്കുന്ന പലരുടെയും. ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അപ്പം തെറ്റായ അളവുകോൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേലക്കാരെയും വേലയും അളക്കുന്നത്. അത് തെറ്റാണ്. അതിനെടുത്ത് കളയണം. എന്നിട്ട് ഇവിടെ ഞാൻ പറയുന്നതല്ല കേട്ടോ, ഷാർജയിൽ നിന്ന് ഒരു പുള്ളി വന്ന് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യും, അങ്ങനല്ല. ഇവിടെ പറയുന്നത് രണ്ടാമത്തെ വാക്ക് ഒന്നുകൂടെ നോക്കിക്കോ, ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം തുറന്ന് നോക്കിക്കോ. 1 യോഹന്നാൻ 4:2 ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ശോധന എന്ന് പറയുമ്പോൾ അറിയാം, ഡിസേൺ, വിസ്ഡം, ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന, കൺഫസ് ചെയ്യുന്ന, വൺ ടൈം കൺഫെഷൻ അല്ല, ലൈഫ് മുഴുവനും ആ ജീസസിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ വന്ന് ഒബേയിങ് ജീസസ് ഡെയിലി, ജീസസിനെ പോലെ ആകുക. അതിനാ കൺഫസ് ചെയ്തത്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ വളരെ സുഖമാണ്, ഒരു കൺഫെഷനൊക്കെ നടത്തുന്നവർ വളരെ സുഖമാണ്. പക്ഷേ പൗലോസും യോഹന്നാനും ഒക്കെ എഴുതിയ സമയത്ത് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ പോലും പോകുന്ന കാര്യമാണ്. പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോയിട്ട് ചോദിക്കും, നിന്നെ ഇപ്പോൾ കൊല്ലാൻ പോവുക, ഈ സ്റ്റേക്കിൽ നിന്നെ കെട്ടിയിട്ട് തീ ഇടാൻ പോവുക, തീ ഇടുന്നതിന് മുമ്പേ നിനക്കൊരു അവസരം തരാൻ പോവുക, നീ നിന്റെ വായും കൊണ്ട് ഏറ്റു പറ യേശു കർത്താവല്ല. ഇവൻ വായും കൊണ്ട് ഏറ്റ് പരസ്യമായി പറഞ്ഞാൽ ആ കെട്ടിയതങ്ങ് ഊരും. എന്നിട്ട് പറയും മമ്പൊക്കോ. എന്നാൽ നേരെ മറിച്ച് അവൻ അവിടെ പറയുക ജീസസ് ഈസ് ദ ലോർഡ് എന്ന് പറയുകയും തീ കൊളുത്തുകയും ഒരുപോലെ. എൻ്റെ പ്രിയ പൊന്നു സഹോദര സഹോദരി, കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നിരുന്നൊരു നിസ്സംഗ മനോഭാവത്തോടെ വന്നു പോകുന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവനെ വരെ കൊടുക്കാൻ, എൻ്റെ ജീവനെ വരെ കൊടുക്കാൻ I am ready. I am ready to die for what I believe. The question is not what you believe. ചോദ്യം നിങ്ങളെ ഞാനും എന്താ വിശ്വസിക്കുന്നതല്ല. Question is, are you ready to die for what you believe? നിങ്ങൾ വിശ്വസിക്കുന്നതിൽ റെഡിയാണോ മരിക്കാൻ? കർത്താവിൻ്റെ ദാസൻ പാഷങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താൻ തുടങ്ങിയ സമയത്ത് പോലീസിനെ പേടിച്ചായിരുന്നു ആരാധിച്ചത്, ഇന്ന് പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ ആരാധിക്കുന്നത്. അപ്പം നമ്മൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ആരാധിക്കുന്നുണ്ട്, സ്തോത്രം പറയുക. പണ്ട് ആൾക്കാർ പോലീസിനെ പേടിച്ചായിരുന്നു ആരാധിക്കുന്നത്, വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന്. ഇന്ന് അങ്ങനെ പേടിയില്ല.
ഇന്ന് അങ്ങനെ പേടിയില്ലാത്തത് കൊണ്ട് ഒരു നിസ്സംഗ മനോഭാവം, ഒരു തണുപ്പൻ മട്ട്. പ്രാർത്ഥനയായാലും പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയിൽ ഒഴിച്ച വെള്ളം പോലെ പ്രാർത്ഥിച്ചു. പക്ഷേ ആരാധിച്ചു, വചനം കേട്ടു. ഒരു കോൾഡ്. വൈ? ഇറ്റ് ബ്രേക്സ് മൈ ഹാർട്ട്. ലവോദിക്ക സഭയോട് പറയുക, നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല. ഐ വിഷ്, ദൈവം പറയുക, ഐ വിഷ് ഇഫ് യു വർ കോൾഡ്, ഐ വിഷ് നിന്നെ അത് ചൂടാക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ അതുമല്ല നീ, പിന്നെന്തുവാ? ലൂക്ക് വാം. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, എന്നാൽ എല്ലായിടും ഉണ്ട്. സീരിയസ്ലി വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദിസ്. നമുക്ക് കൈയടിച്ച് ആരാധിച്ച് പോകാനൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ അറിയാം. ഞാൻ അങ്ങനെയൊക്കെ പണ്ട് പ്രസംഗിച്ച ആളാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒന്നും ഒറ്റൊരെണ്ണം ഇരിക്കത്തില്ല, എല്ലാവരും ചാടി പോങ്ങും. അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി, അതിലൊരു കാര്യമില്ല. ആരാധിച്ചിട്ട് പോകും, പക്ഷെ ആൾ പഴയത് തന്നെ. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം, അതിൻ്റെ പത്യതയോടെ പരിശുദ്ധാത്മാവ് സഹായിച്ച് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളെ കീറി മുറിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വരുമ്പോൾ, ഒരു മടങ്ങി വരുമ്പോൾ ആരാധിപ്പിക്കേണ്ട ആവശ്യമില്ല, കൈകൊട്ടാൻ പറയേണ്ട ആവശ്യമില്ല. ഹൃദയത്തിൻ്റെ അകത്ത് ഈ വചനം ചെന്ന് കയറി. അങ്ങനെ ഇന്ന് രാത്രികാലം കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത്, എൻ്റെ ദൈവസഭയിൽ, ഞങ്ങളുടെ സഹോദരന്മാരുടെ ഉള്ളിൽ, ഞങ്ങളുടെ സഹോദരിമാരുടെ ഉള്ളിൽ, ഞങ്ങളുടെ സഹോദരന്മാരുടെ യൗവനക്കാരുടെ ഉള്ളിൽ അവിടുന്ന് ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. Let us cry for it. പ്രസംഗം തമാശ പറയുന്നതല്ല കേട്ടോ. എനിക്കൊരാൾ ഒരു മെസ്സേജ് അയച്ചു, 2 വീഡിയോ ലിങ്ക്. പാസ്റ്റർ ഇത് കേട്ടോ? ഞാൻ പറഞ്ഞു, എന്തുവാ? കേട്ടോണ്ടിരിക്കും പാസ്റ്റർ, ഭയങ്കര വിറ്റല്ല പ്രസംഗം. Preaching is not telling കോമഡി അടിക്കുകയല്ല. It is crying before you. കരഞ്ഞപേക്ഷിക്കുകയാണ്. Come back to the Lord. മടങ്ങി വാ കർത്താവിൻ്റെ അടുക്കലേക്ക്. ഈ നിസ്സംഗ മനോഭാവം വിട്ട്, ആ തണുപ്പൻ മട്ടം വിട്ട്, ആ ലൂക്ക് വാംനെസ് വിട്ട്, കർത്താവേ എന്നെ മടക്കി കൊണ്ടുവരുമാറാകണമേ. ഞാൻ എല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ലവോദിക്ക സഭയോട് പറയുകയാണ്, നിന്റെ വിചാരം മാത്രമാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ, വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ സ്റ്റേറ്റ്. പണ്ടെങ്ങനായിരുന്നല്ല, ഹൗ ഐ ആം റൈറ്റ് നൗ. സ്തോത്രം. സ്വീകരിക്കുന്നവർ അവരുടെ ജീവനെ പണയം വെച്ചു. ദേ ആർ റെഡി ടു ഡൈ. ഈ 2024 കഴിയുന്നതിന് മുമ്പേ, ലെറ്റ് മീ ആസ്ക് യു ആസ് എ ബ്രദർ, ആർ യു റെഡി ടു ഡൈ ഫോർ വാട്ട് യു ബിലീവ്? ആം ഐ റെഡി ടു ഡൈ? ആം ഐ റെഡി ടു ഡൈ ഫോർ വാട്ട് ഐ ബിലീവ്? സ്തോത്രം. ഇപ്പം നമ്മൾ പറഞ്ഞത് അളവുകോല്. ഈ അളവുകോല് നമ്മൾ എടുക്കുന്നത് ഈ യോഹന്നാൻ പറഞ്ഞ അളവുകോലല്ല നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. യോഹന്നാൻ പറയുന്ന അളവുകോൽ എന്താണ്? ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന. എന്താ അതിൻ്റെ അർത്ഥം? അതിൽ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ കൊടുക്കാം, ശ്രദ്ധിക്കണേ. ജീസസ് ജഡത്തിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ദുരുപദേഷ്ടക്കന്മാർ അന്നുണ്ടായിരുന്നു. ജീസസിന് ബോഡി ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ, ദുരുപദേഷ്ടക്കാർ അവർ ജീസസ് ജഡത്തിൽ വന്നു എന്ന് തത്വത്തിൽ പറയും, പ്രിൻസിപ്പിളി അത് പറയുമെങ്കിലും ജീസസിൻ്റെ ലൈഫും ജീസസിൻ്റെ മിനിസ്ട്രിയുമായിട്ട് ഈ വ്യക്തിക്ക് യാതൊരു ബന്ധമില്ലായിരിക്കും. അതാണ് ഡിസപ്ഷൻ. അതായത് കള്ളപ്രവാചകൻ വന്നിട്ട് യേശു ജഡത്തിൽ വന്നിട്ടില്ലെന്നൊന്നും പറയത്തൊന്നുമില്ല. അത് പറയും. യേശു ജഡത്തിൽ വന്നിട്ടില്ല എന്നും പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിടിക്കത്തില്ലേ? പിടിക്കും. പക്ഷെ അത് പറയത്തില്ല. അങ്ങനല്ല പറയുന്നത്.
അവർ പറയും, അവർ പ്രഖ്യാപിക്കും, കൺഫെഷൻ പ്രൊഫഷനൊക്കെ കറക്റ്റായിരിക്കും, വായം കൊണ്ട് കറക്റ്റായിരിക്കും പറയുന്നത്. പക്ഷെ നോക്കേണ്ടത് ഫലമാണ്. ജീവിതത്തിൽ ജീസസ് ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ആള് ജീസസ് പോലാണോ ജീവിക്കുന്നത്? ജീസസ് മിനിസ്റ്റർ ചെയ്ത പോലാണോ ആ ദേവദാസിൻ്റെ മിനിസ്ട്രി? അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ നാം ഡിസേൺ ചെയ്യണം. ജീസസ് ജഡത്തിൽ വന്നെന്ന് വായം കൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഉപദേശം ഓക്കെ ഗുഡ്. പക്ഷേ ലൈഫിൽ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മിനിസ്ട്രിയിൽ ഹൗ ഇസ് ഹി, എങ്ങനെയാണ്? അത് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അളവുകോൽ വെച്ച് ജീസസിൻ്റെ ലൈഫ്, ജീസസിൻ്റെ മിനിസ്ട്രി, ഈ മെഷറിംഗ് റോഡ് വെച്ചിട്ടാണ് എല്ലാ ദേവദാസന്മാരെയും എല്ലാ ശുശ്രൂഷയും നാം വിവേചിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ മെഷറിംഗ് റോഡ്. പക്ഷെ നമുക്ക് വന്ന ഒരു അപകടം, നമ്മുടെ മെഷറിംഗ് റോഡെ തെറ്റി, നമ്മുടെ കയ്യിലിരിക്കുന്ന അളവുകോലെ തെറ്റി. നമ്മൾ എന്തോ പറയുന്നറിയോ? പാസ്റ്റർ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്തോ ആക്യുറേറ്റ് പ്രൊഫസിയാ അല്ലേ? എന്താണ്? കൃത്യ ദൂത്. ഓ, പറഞ്ഞതുപോലെ. അതാണ് നമ്മൾ വെച്ചിരിക്കുന്ന മെഷറിംഗ് റോഡ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് നമുക്കൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേട്ടെ. ആ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളം അത്ഭുതമോ സംഭവിക്കുകയും. അപ്പൊ കള്ളപ്രവാചകൻ പറഞ്ഞ കാര്യം സംഭവിക്കുമോ? പറ. സംഭവിക്കും. ആക്യുറേറ്റ് പ്രൊഫസി അല്ല ഇവിടുത്തെ അളവുകോല്. പുള്ളി ആക്യുറേറ്റ് ആയിട്ട് പ്രസംഗിക്കും, പക്ഷെ ആക്യുറേറ്റ് ആയിട്ട് വേറെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. കള്ളപ്രവാചകൻ പറയുന്ന മാസം, ഡേറ്റ്, വർഷം, കൊണ്ടുവന്ന തുവാലയുടെ കളറ് വരെ പ്രവചിക്കും. അറിയോ? അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റും പറയും. നമ്മൾ വിസ്മയിച്ചു പോകും. വീടിരിക്കുന്നതിൻ്റെ സൈഡിലുള്ള മരം ഏതാണെന്നും പറയും. അതുകൊണ്ട് വീഴരുത്. ആക്യുറസി നടത്തിയത് കൊണ്ട് കാര്യമായില്ല. ഇവൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പ്രവചിച്ച് ആക്യുറസി കാണിച്ചിട്ട് ഇവൻ പറയുന്നത് പിന്നെ നമുക്ക് യഹോവയെ വിട്ടിട്ട് അന്യ ദൈവത്തെ എന്ത് ചെയ്യാം? അപ്പം നമ്മൾ പറയും, പാസ്റ്ററെ ദൈവത്തിൻ്റെ കൃപയിൽ അങ്ങനെ യഹോവയെ വിട്ടു പോയില്ല. വരട്ടെ. ഇവൻ ഇത് പ്രവചിച്ച് ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ കൊണ്ടുപോകുന്ന എവിടെയാണ്? ഭൗതികമായിരിക്കുന്നതായിരിക്കും. ഖത്തറിൽ ഒരു കുഴപ്പമില്ലാത്ത ജോലിയായിരിക്കും ഭാര്യയും ഭർത്താവും. ഇവൻ പറയുന്നത് കാനഡയിൽ പോകുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, മാന്യമായിരിക്കുന്ന ജോലി, വീട്, വണ്ടി എല്ലാം ഉണ്ട്. ഇവൻ വന്നിട്ട് പറഞ്ഞ കാനഡയിൽ പോകും. അന്നേ തൊട്ട് ഇവരുടെ തലയിൽ കയറി എവിടെ പോകണം? അവിടെ പോകാൻ വേണ്ടിയുള്ള ധൃതിയാണ്. പിന്നെ നാട്ടിലൊരു വീടുണ്ടായിരുന്നു, അതങ്ങ് വിറ്റു. മോഹം കൊണ്ടുവന്ന കണ്ടോ? നാട്ടിലുണ്ടായിരുന്ന വീടും വിറ്റ് അവിടെ നിന്നും പൈസ എടുത്ത് ഇവിടെ നിന്നും പൈസ എടുത്ത് ലോണും ഒപ്പിച്ച് കാനഡയിൽ ചെല്ലും. എന്നിട്ട് കാനഡ ചെന്നിട്ട് സാക്ഷ്യം പറയും, ആ പ്രവാചകൻ പറഞ്ഞ മാസത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയെന്ന്. അവ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ആ പ്രവാചകൻ്റെ നമ്പറുണ്ടോ? കാര്യം പിടികിട്ടിയോ? ഭൗതികമായി എന്തിനാ പോകുന്നത് അവിടെ? ദൈവഹിതമാണോ? ചെക്ക് ചെയ്തോ? അത് ചെക്ക് ചെയ്തോ? ഇല്ല, പ്രവാചകൻ പറഞ്ഞു. അയ്യോ, ദൈവഹിതമുണ്ടോന്ന് ചെക്ക് ചെയ്തോ? അല്ല, കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ ഇപ്പം ഇങ്ങനെ ജീവിതമായി പാസ്റ്ററെ, 50 വയസ്സായി, 40 വയസ്സായി. ഇപ്പം പിള്ളേരെ ഓർത്ത് എന്തുവാ നമുക്ക് ഭാരം? പിള്ളേരുടെ ഭാവി കർത്താവ് കരുതുമെന്ന് ചിന്തിക്കണം. കാനഡയിൽ പോയാൽ മാത്രമേ ഉള്ളൂ പിള്ളേരുടെ ഭാവി ഭദ്രമാകുന്നത്? ഇല്ല. എവിടെ ഇരുന്നാലും വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്ത പിള്ളേരുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. ആ ഭാരമൊക്കെ അങ്ങ് വിട്.
ജാതികൾ ചിന്തിക്കുക അതൊക്കെ. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, നമുക്ക് പിതാവുണ്ട്. അത് വിശ്വസിക്കുന്നവൻ അറിയാം. ഖത്തറായിക്കൊള്ളട്ടെ, നാടായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, കുഗ്രാമമായിക്കൊള്ളട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്താൻ He is able. അല്ലാതെ മോഹമല്ല എൻ്റെ ഉള്ളിൽ വേണ്ടത്. ഇങ്ങനെ കർത്താവ് ചിലപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇടയ്ക്ക് അയക്കും. കർത്താവ് അങ്ങനെ ചെയ്യും. ഇത് എൻ്റെ അഭിപ്രായമല്ല, അവിടെ എഴുതിയിട്ടുണ്ട്, താഴെ വായിച്ചു. ആ ആ ചെയ്താൽ അനുസരിക്കരുത്. ആ നിങ്ങളുടെ യഹോവയായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പിന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന്. അപ്പൊ കള്ളപ്രവാചകൻ എന്തിനാ ദൈവം അനുഭവിയെന്നറിയോ? ഈ ഓത്രോ ഗ്ലോറി ഈ അന്യഭാഷയൊക്കെ പറയുന്ന സഹോദരിയുടെ ഹൃദയം എങ്ങനെ ഉണ്ടെന്ന് കർത്താവ് ശോധന ചെയ്യുക. കർത്താവിനൊക്കെ അറിയാം, പക്ഷെ ഇത് നമ്മൾ അറിയണം നമ്മുടെ ഉള്ളിൽ ഇതാ ഇരിക്കുന്നതെന്ന്. ചിലയിടത്ത് ചിലർ മാനസാന്തരപ്പെടുത്തില്ല ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും. എന്താ അറിയോ, ഇത് ഭയങ്കരമായിട്ട് ഈ വ്യക്തി വിഴുങ്ങിക്കളഞ്ഞു. ഇത് കേൾക്കാൻ പറ്റത്തില്ല വ്യക്തിക്ക്. അസ്വസ്ഥനായിരിക്കും, കേൾക്കുമ്പോൾ അസ്വസ്ഥനായിരിക്കും. പ്രിയരെ മനസ്സിലാക്കണം, കർത്താവ് ചില ഡിസിപ്ലിനറി ആയിട്ട് ദൈവം ചില കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടക്കന്മാരെയും ഇങ്ങനെ വഞ്ചനയുടെ ആത്മാവുള്ളവരെയും നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഇടയ്ക്ക് അയക്കും. അത് ദൈവത്തിൻ്റെ ഡിസിപ്ലിനറി ആക്ഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വചനത്തിൽ കൂടെ. ഭയപ്പെടണം നമ്മൾ. സ്തോത്രം. അപ്പോൾ നമ്മുടെ അളവ് പോലെ തെറ്റിയെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നോക്കി എന്തുവാ, യഹോവയെ വിട്ട് അന്യദൈവത്തെ പോയാലും കുഴപ്പമില്ല, പക്ഷേ പ്രൊഫസി എന്തുമായിരുന്നു? ആക്യുറേറ്റ് ആയിരുന്നു. 3-ാം മാസം 2-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നീ ഫ്ലൈറ്റ് കയറി. പക്ഷെ കയറി പുള്ളി എവിടോട്ട് കയറി? സ്തോത്രം. അടുത്തത് നമ്മൾ പറയുന്നത്, എൻ്റെ ബ്രദറെ, നമ്മളിപ്പോൾ എന്തൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒന്നും ആൾക്കാരൊന്നും അങ്ങനെ കൂടി വരുന്നില്ല. പക്ഷേ ഇവിടത്തെയൊക്കെ ഉള്ള മിനിസ്ട്രിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി കാണാതിരിക്കത്തില്ലേ? അളവുപോലെ എന്തോ നമ്മുടെ ക്രൗഡ്സ്, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. യോഹന്നാൻ യേശു 6-ാം അധ്യായം വായിക്കണം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചു. 2-ാമത്തെ മീറ്റിംഗ് വണ്ടിക്ക് വാടക പോലും കൊടുക്കേണ്ട വന്നില്ല. അവർ തന്നെ ടിക്കറ്റ് വിട്ടിട്ട് യേശുവിൻ്റെ മീറ്റിങ്ങിൽ വന്നു. അല്ലേ? എന്തിനാ വന്നേ? അപ്പം കഴിക്കാൻ. അപ്പം കർത്താവ് പറഞ്ഞു, ഇന്നത്തെ മീറ്റിങ്ങിന് അപ്പം ഇല്ല. ജീവൻ്റെ അപ്പം ഞാനാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. അവർ പറയാം, അതൊക്കെ ആയിരിക്കട്ടെ. കാര്യം കണ്ടോ? ആൾക്കാർ കൂടുന്നതേ അപ്പത്തിന് വേണ്ടിയാന്ന് മനസ്സിലാക്കണം. ആൾ കൂടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എല്ലാവരും ശിഷ്യനാകാനുള്ള ചിന്തയൊന്നുമല്ല. അളവ് പോലെ അവിടെയും തെറ്റി. ആൾക്കാർ കൂടുന്നതോ ബഹളം ഉണ്ടാകുന്നതോ വലിയ സംഭവമാണ്, ഭയങ്കര സംഭവമാണ്. കണ്ടാൽ തോന്നും ഇറ്റ് ഈസ് ഹാപ്പനിങ് പ്ലേസ്. ഇതൊരു സംഭവമാണ്. കണ്ടാൽ തോന്നും ഗ്ലോറി ഇറങ്ങി വന്നിരിക്കുന്ന. അതവർ 10 വട്ടം പറയും ചെയ്യും, ഗ്ലോറി ഇറങ്ങി. അപ്പോൾ വീഡിയോ കണ്ട് നമ്മൾ ഗ്ലോറി ഇറങ്ങി കേട്ടോ. ഭയങ്കര പൈസ. സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ലേ നാളെക്കുറിച്ചുള്ള ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ്. എനിക്ക് നാളെ എന്താണെന്ന് അറിയണം. അതിന് ആരെങ്കിലും ഒന്ന് പ്രവചിക്കണം, ആരെങ്കിലും ഒന്ന് പറയണം നാളെ എന്താകും. ദിസ് ഇസ് ഓൾ ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി, വറീഡ്, ഇത് തന്നെ പാപമാണ്. ദൈവം സ്വർഗത്തിലുണ്ട്, ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ വൈ ഷുഡ് ഐ വറി അബൌട്ട് ഇറ്റ്? ലില്ലി പുഷ്പങ്ങളെ, അലലിയ പക്ഷികളെ പോഷിപ്പിക്കുന്ന ഈ പിതാവ് സ്വർഗത്തിലുള്ളപ്പോൾ ഈ ജീവനെ സൗജന്യമായി തന്ന കർത്താവ് എന്നെ പോഷിപ്പിക്കുകയില്ലയോ എന്നുള്ള ബോധ്യം പോലും ഇല്ല എന്നുള്ളത് വളരെ ദുർഘടമുള്ളൊരു കാര്യമാണ്. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും
നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലം കിട്ടത്തില്ല. ഇതൊക്കെയും വേണി പറഞ്ഞിരിക്കുന്ന കാര്യം ഏതാ? തിന്മാനുള്ളത്, കുടിപ്പാനുള്ളത്, ധരിപ്പാനുള്ളത്, ബേസിക് നീഡ് തരും. ആ നീഡ് തരും, ഗ്രീഡ് തരത്തില്ല. പക്ഷെ നമ്മുടെ ചിന്ത എന്തുവാ? ഇതാരിലും ഒന്ന് പറയണം. എൻ്റെ അമ്മയും രണ്ടുപേരും കൂടെ എനിക്ക് പരിചയമുള്ള ഒരു റിലേറ്റീവ് ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു, കൊറോണ സമയത്താണ്. അപ്പം മമ്മി വിളിച്ചു, മോളെ വരണം, പ്രഗത്ഭനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അപ്പം ഞാനും വചനം കേൾക്കാൻ വേണ്ടി, ആരാ പേരൊന്നും പറഞ്ഞില്ല, കേൾക്കാൻ വേണ്ടി ഞാനിവിടെ കൂടിയിരുന്നു. വീഡിയോ ഓഫായിരുന്നു. അപ്പോൾ പ്രഗത്ഭനായിരിക്കുന്ന ദൈവദാസൻ വന്നു. പുള്ളി അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു വാക്യം എടുത്തു. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുക കൊരിന്ത്യൻ ലേഖനം, അപ്പോൾ ക്രൂശ്, തേജസ് അതെല്ലാം പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അത് കണ്ണ് കണ്ടിട്ടില്ല, അങ്ങനെ കറക്റ്റ് വ്യാഖ്യാനമായിരിക്കും. പക്ഷേ ഈ പുള്ളി കൊണ്ടുപോയതെല്ലാം കാറിലേക്കും വിസയിലേക്കും. കണ്ണ് കണ്ടിട്ടില്ലല്ലോ, കാരണം ഇരിക്കുന്ന സായിപ്പ് വിസ കണ്ടിട്ടില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? വണ്ടി ഉണ്ടാക്കിയ മാനുഫാക്ചറർ ചുമന്ന വണ്ടി കണ്ടിട്ടില്ല, പക്ഷെ കണ്ണ് കണ്ടിട്ടില്ല. ആ വണ്ടി ഭൗതികം. ഞാൻ നോക്കിയപ്പം ആ സ്ഥലം സഭയിലുള്ള പാസ്റ്റർ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്, ഭാര്യ അപ്പുറത്തുണ്ട്, 2-3 പേരുണ്ട്, ഈ പ്രസംഗിക്കുന്ന ആളും, ബാക്കി 51-60 പേരങ്ങളുണ്ട്, ബാക്കി എല്ലാവരും വീഡിയോ ഓഫ്. 45 മിനിറ്റ് പ്രസംഗിച്ചതിന് ശേഷം ഈ പാസ്റ്റർ പറഞ്ഞു, വ്യക്തിപരമായി ദൂത് കേൾക്കാനുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ദാണ്ട കടക്കൊന്നു എല്ലാവരും വീഡിയോ ഓണാക്കി. എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ ചോദ്യം, എവിടെ പോയി വിവേചനം? 45 മിനിറ്റ് ഭൗതികം പ്രസംഗിച്ച ഈ പുള്ളി എന്തുമായിരിക്കും പ്രവചിക്കാൻ പോകുന്നത്? നിങ്ങൾ പറ, എന്തുമായിരിക്കും പ്രവചിക്കാൻ പോകുന്നത്? ആത്മമനുഷ്യൻ എന്തെങ്കിലും കിട്ടൂ? പാപത്തെ വെളിപ്പെടുത്തൂ? പെടുത്തത്തില്ല. സൂക്ഷ്മം പോലെ അവിടെ ഉള്ളവരെല്ലാം കൈപോക്കി, എന്തോ വെപ്രാളമാണ്. അവിടെ പോകും, ഇവിടെ പോകും, അത് മാറും, ഇത് മാറും. സ്തോത്രം, യോഗം നല്ലതായിരുന്നു, എല്ലാവർക്കും വിടുതൽ കിട്ടി. അപ്പോൾ പ്രിയരെ, നമ്മുടെ അളവുകോലൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ 2024 ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്ന അളവുകോലൊക്കെ വലിച്ചെറിയണം. പുസ്തകത്തിലേക്ക് മടങ്ങി വരണം. യേശു കർത്താവാണ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന അളവുകോല്. അപ്പോൾ എന്താണ് ജീസസിൻ്റെ ലൈഫിൽ നമുക്ക് പഠിക്കാനുള്ളത്? ഇത് വളരെ വിശാലമായി പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ മുമ്പിലുള്ള 20-25 മിനിറ്റിൽ മാത്രം ഞാനൊന്ന് പറയുക, ഒറ്റ വാക്യം മാത്രം നമുക്കൊന്ന് നോക്കാം. ജീസസിൻ്റെ ലൈഫാണല്ലോ മാതൃക, ജീസസിൻ്റെ ലൈഫാണ് അളവുകോൽ. അപ്പോൾ ആ ലൈഫ് പോലാണോ മിനിസ്ട്രി പോകുന്നത്? ആ ലൈഫ് പോലാണോ ഈ ദേവദാസം പോകുന്നത്? ഇതാണ് നമ്മുടെ അളവുകോൽ. അല്ലാതെ കരിസ്മയല്ല കേട്ടോ. കരിസ്മ എന്ന് പറയുമ്പോൾ കൃപാവരങ്ങൾ, അതല്ല മാനദണ്ഡം. പ്രവചിച്ചെന്നിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, സംഭവിച്ചെന്നിരിക്കും, അതല്ല മാനദണ്ഡം. ക്യാരക്ടർ, ക്രിസ്തു സ്വഭാവം, ക്രൈസ്റ്റ് ലൈക്നെസ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 തൊട്ട് 26 വരെ ഉള്ള വാക്യങ്ങൾ പരസ്യമായി ഒന്ന് വായിക്കണം. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. വളരെ വിശദീകരിച്ച് പഠിക്കേണ്ട ഭാഗമാണത്. ഞാൻ നമ്മുടെ ഈ പഠനത്തിൻ്റെ ആ ബന്ധത്തിൽ ജസ്റ്റ് വായിച്ചു പോകുന്നതേ ഉള്ളൂ. ഞാനതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് കർത്താവ് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് കേട്ടോ, 26-ാമത്തെ വാക്യം. അപ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനും എങ്ങനെയായിരിക്കണം? അല്ലല്ല 25-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തെങ്കിലോ വളരെ.
അപ്പൊ എന്നെ ശുശ്രൂഷിക്കുന്നവനും ഈ ഗോതമ്പ് മണി പോലെ, ഞാൻ ഗോതമ്പ് മണിയായി ചത്തതുപോലെ എന്നെ ശുശ്രൂഷിക്കുന്നവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നാ? ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അനുഭവമായിരിക്കണം എന്നെ ശുശ്രൂഷിക്കുന്നവന്റെ ജീവിതവും. എന്നിട്ട് അടുത്തത് 26-ാമത്തെ വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഇത് 1-ാം ഭാഗം, പാർട്ട് 1. 2, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകാരനും ഇരിക്കും, പാർട്ട് 2. 3, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ്. കള്ളപ്രവാചകം എന്ന് ആദ്യത്തെ പറയത്തില്ല, 2-ാമത്തെയും 3-ാമത്തെയും പറയും. ഏതാ വായിച്ചോ? 2, 3. 2-ാമത്തെ എന്തുവാ? പാർട്ട് 2. എന്താ? ഞാൻ ഇരിക്കുന്നിടത്ത് കർത്താവ് ഇരിക്കുന്ന ഗ്ലോറിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഇരിക്കാൻ പോവാ. പിടിച്ചോ എന്നെ വന്നങ്ങ് പിടിച്ചു. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കയറി വട്ടം കൂടി അങ്ങ് പിടിച്ച്, എനിക്കറിയത്തില്ല, പിന്നെ അങ്ങ് കിട്ടുക, പിന്നെ അങ്ങ് ഇരുന്ന് കർത്താവിൻ്റെ കൂടെ അങ്ങ് ഓത്രം അന്ന് പിടിച്ചോ. അല്ല, ഇന്നാ പിടിച്ചോ തരാന്നൊക്കെ പറയുന്നതല്ല ഗ്ലോറി. എന്തായി ഗ്ലോറി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്ലോറി? ഇങ്ങനെ പിടിച്ചാൽ തരുന്നതാണോ? അല്ല, ആരെങ്കിലും തരാൻ പറ്റുന്ന കാര്യമാണോ? ജീസസ് ആണ് ഗ്ലോറി. ജീസസ് ജീവിച്ചതുപോലെ ജീവിക്കുന്നതാണ് ഗ്ലോറി. അതാ ഗ്ലോറി. ജീസസ് നടന്നതുപോലെ, ജീസസ് പറഞ്ഞതുപോലെ, സംസാരിച്ചതുപോലെ ചെയ്യുകയും ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നതാണ് ഗ്ലോറി. കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. I have brought glory to your name. എങ്ങനെ? പിതാവ് പറഞ്ഞ കാര്യം അനുസരിച്ച്. ഞാൻ താഴോട്ട് വായിക്കാം. അപ്പോൾ കള്ളപ്രവാചകൻ വന്ന് ആദ്യത്തെ കാര്യം പറയത്തില്ല, 2-ാമത്തെ കാര്യം പറയും. എന്താണ്? ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കും. എന്നിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ എന്താണെന്നറിയാമോ? കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങൾക്ക് എന്ത് വരത്തില്ല? രോഗം വരത്തില്ല. കാരണം കർത്താവ് എവിടെ ഇരിക്കുന്നേ? മുകളിൽ. കർത്താവ് ഇരിക്കുന്ന ഗ്ലോറിയിലാ. കർത്താവ് ഗ്ലോറിയിലാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങളും എവിടെ ഇരിക്കുന്നേ? നിങ്ങളെന്താ ഒന്നും പറയാത്തേ? കർത്താവ് ഗ്ലോറിയിലാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? ഗ്ലോറിയിൽ. അപ്പോൾ അതുകൊണ്ട് ഗ്ലോറിയിൽ ഇരിക്കുന്നവർ എന്താ വരത്തില്ല? രോഗം വരത്തില്ല. പണ്ടൊരു വിദ്വാൻ പറഞ്ഞ്, നമ്മുടെ രക്തത്തിൽ കൂടെ ഓടുന്നത് രാജാവിൻ്റെ രക്തമാണ്, അതുകൊണ്ട് രോഗം വരത്തില്ല. എങ്ങനെയുണ്ട്? സ്തോത്രം. വചനത്തെ വളച്ചൊടിക്കുന്ന കണ്ടോ? കർത്താവ് അതാണോ പറഞ്ഞത്? രോഗം വരുത്തില്ലെന്നാണോ പറഞ്ഞത്? പ്രതികൂലം വരുത്തില്ലെന്നാണോ പറഞ്ഞത്? പാട്ടുകാരൻ എന്താ പാടിയത്? ഭാരമുള്ളിൽ നേരിടും, അന്നേരമെല്ലാം താങ്ങിടും. ഭാരം വരും, പക്ഷെ പേടിക്കണ്ട, അന്നേരം താങ്ങുന്നൊരു കരമുണ്ട്. രോഗം വരും, എന്നാൽ ഭയപ്പെടേണ്ട. ഈ രോഗസൗഖ്യം കിട്ടിയാലും രോഗശൈലിയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നാഥനുണ്ട്. രോഗിയായി ഞാൻ ജീവിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. രോഗസൗഖ്യം കിട്ടി കർത്താവിന് മഹത്വം കൊടുക്കണമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം രോഗം വരും. ഒറ്റ പുള്ളികൾ നമ്മളെ തെറ്റിക്കരുത്, രോഗമില്ലെന്ന് പറഞ്ഞ്. കർത്താവ് ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. അടുത്തെന്താ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് എന്ത് ചെയ്യും? എന്താ മാനിക്കുന്നേ? എന്താ മാന്യത? ഇന്ന് ഖത്തറിലെങ്കിൽ നാളെ രാവിലെ ഓസ്ട്രേലിയയിൽ, മറ്റന്നാൾ ഷാർജയിൽ, അതിൻ്റെ മറ്റന്നാൾ കോട്ടയത്ത്. മാനിച്ചു. ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് എൻ്റെ ഒരു വളരെ സ്നേഹിക്കുന്ന സിൻസിയർലി എന്നോട് പറഞ്ഞേ, മോനെ, ഇത് മോൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ്, ഇങ്ങനെ അനേക ദേശങ്ങളിലേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞ്, ദൈവഹിതമാണെങ്കിൽ പോകും, അല്ലാതെ ഞാൻ പോവത്തില്ല. ലോകം സഞ്ചരിച്ച് അവിടെ ഇവിടെയൊക്കെ ചെന്ന് വലിയ വലിയ കാര്യങ്ങൾ ദൈവഹിതമില്ലാതെ പറയുന്നതല്ല മാന്യത. എന്താ മാന്യത? എന്തോ ഉള്ള മാന്യത? എങ്ങനെ ആർക്കായി മാന്യത കിട്ടുന്നത്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത്
ഫലം കൊടുക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ കഴിക്കുമ്പോഴാണ് സ്വർഗത്തിൽ കർത്താവ് പിതാവാകുന്ന നമ്മളെ മാനിക്കുന്നത്. അല്ലാതെ ശുശ്രൂഷയായിട്ട് എല്ലാ ദിവസവും അവിടെ ഇവിടെ സമയം വരും. വചനം വായിക്കാൻ സമയമില്ലല്ലോ. വചനം വായിക്കാൻ സമയമില്ല ചിലർക്ക്. അപ്പോസ്തലന്മാർ പറഞ്ഞത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഞങ്ങൾ വചനത്തിലും പ്രാർത്ഥനയിലും എന്ത് ചെയ്യും? ഉറ്റിരിക്കും. പാസ്റ്റർ എവിടെ? പാസ്റ്റർ വചനം വായിക്കുക. പല സ്ഥലങ്ങളിൽ പാസ്റ്റർ പ്രസംഗിച്ചിട്ട് നാളുകളായി എന്നോട് പറഞ്ഞു, മോനെ ഞാൻ 6 മാസമായിട്ട് ആശീർവാദം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അച്ഛാ? അയ്യോ, വരുന്ന വിസിറ്റിംഗ് പാസ്റ്റർമാരെ മൊത്തം പ്രസംഗിക്കുന്നത്. കാര്യം സുഖമായല്ലോ. ഇടയന് കൊടുക്കാനൊന്നുമില്ല. വരുന്നവരൊക്കെ നല്ല ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി സാധനം അടിച്ചിട്ട് പോകും. എന്തിനാണെന്നറിയോ? നിങ്ങൾ വീണ്ടും വിളിക്കാൻ. അവനീ തട്ടുകടകളുടെ സാധനം വിടുക. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല. നല്ലതുപോലെ ദൈവവചനം സംസാരിക്കാൻ ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പലരും വന്ന് ദൈവജനത്തിൻ്റെ ആവശ്യബോധം അറിയാതെ, പ്രാർത്ഥിക്കാതെ ഇരുന്നൊന്ന് ധ്യാനിച്ച്, കർത്താവേ ഞാൻ അവിടെ പോകുകയാണ്, അവിടുത്തെ ജനത്തോട് പറയാൻ എന്തെങ്കിലും ദൂതുണ്ടോ? ദൂതില്ലെങ്കിൽ ഡോണ്ട് സെൻഡ് മീ, എന്നെ അയക്കരുത് കർത്താവേ. ദൂതുണ്ടെങ്കിൽ ഐ വിൽ ഗോ, ഐ വിൽ സ്പീക്ക്. സ്തോത്രം. സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല. എന്നാൽ ഭൂമിയുടെ അറ്റത്തോളം അങ്ങ് ശുശ്രൂഷയാണ്. വേറെ കാര്യം, കർത്താവിൻ്റെ ജീവിതം ശുശ്രൂഷയും. ഹി ഡിഡ് നോട്ട് ഡിവേഴ്സ് ലൈഫ് ആൻഡ് മിനിസ്ട്രി. ലൈഫ് മിനിസ്ട്രി കണക്റ്റഡാ. പലർക്കും ഭയങ്കര ശുശ്രൂഷയാണ്, പക്ഷെ കുടുംബജീവിതം പോയി കിടക്കുക. പക്ഷെ ഭയങ്കര ശുശ്രൂഷ, തൊട്ട വീഴും. സ്തോത്രം. തൊട്ട വീഴും. ഭയങ്കര ഗ്ലോറിയാണ് മിനിസ്ട്രിയിൽ, പക്ഷെ ലൈഫില്ല. ഭാര്യ എന്ത് അറിയത്തില്ല, കുഞ്ഞുങ്ങളെന്ത് അറിയത്തില്ല, ഭാര്യയോടെടുത്ത് ഭർത്താവിനടുത്ത്, പക്ഷെ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്. അങ്ങനെയുള്ള പുള്ളികളെ നമ്മൾ കൺവെൻഷൻ വിളിക്കും. അതാണ് ഏറ്റവും വലിയ രസം. നിങ്ങൾ മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. ലൈഫ് മിനിസ്ട്രി സെപ്പറേറ്റ് അല്ല കേട്ടോ പ്രിയരെ. ലൈഫ് ഈസ് മച്ച് കണക്റ്റഡ് ടു മിനിസ്ട്രി. എൻ്റെ ലൈഫ് എൻ്റെ മിനിസ്ട്രിയാണ്. എൻ്റെ ജീവിതമാണ് എനിക്ക് എൻ്റെ മിനിസ്ട്രി ആയിരിക്കും. എൻ്റെ ലൈഫ്, എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കണം. എൻ്റെ ഭാര്യ നോക്കിയിട്ട്, വീട്ടുകാർ നോക്കിയിട്ട് പറയണം, യെസ്, പ്രസംഗിക്കുന്നത് പോലെ വീട്ടിൽ അച്ചായൻ. അന്യഭാഷ നാട്ടിൽ ചർച്ചയിൽ പറയുന്നുണ്ട്, അതുപോലെ അപ്പ വീട്ടിൽ എന്ന് വീട്ടുകാർ പറയണം. ലൈഫ് ആൻഡ് മിനിസ്ട്രി ഇസ് നോട്ട് ഡിസ്കണക്റ്റഡ്. ജീസസിനെ നോക്കിക്കേ, 30 വയസ്സ് വരെ ഹി ഡിഡ് നോട്ട് ഡു എനിത്തിങ്. ഒന്നും ചെയ്തില്ല. എന്തിനും ചെയ്തോ? ഒരത്ഭുതവും ചെയ്തില്ല, ഒരു വിടുതലും നടത്തിയില്ല, ഒരു ശുശ്രൂഷയും ചെയ്തില്ല. ഏകദേശം 30 വയസ്സായി സ്നാനപ്പെടാൻ വേണ്ടി ചെന്നപ്പോൾ പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എന്തോ ചെയ്തിട്ട്, എന്തോ ശുശ്രൂഷ ചെയ്തിട്ടാണ് പ്രസാദിച്ചത്? ഒരു ശുശ്രൂഷയും ചെയ്തില്ല. പിതാവ് പറയുന്ന സമയം വരെ പിതാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടിരുന്നു. എൻ്റെ പ്രിയരെ, ലോകം കൈയടിക്കുന്നത്, ലോകം പറയുന്നതിൽ നമ്മൾ വീണു പോകരുത്. വാട്ട് ഈസ് ദ ലോർഡ് ഈസ് ടെല്ലിങ് അബൌട്ട് മീ? എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താണ്? എൻ്റെ രഹസ്യം, എൻ്റെ പരസ്യ ജീവിതം എങ്ങനെയാണ് എന്ന് ഇന്ന് രാത്രികാലം ഉപവാസ പ്രാർത്ഥനയിലൊന്ന് ശോധന ചെയ്യാം. ആൾക്കാരെ പറ്റിക്കാം, സ്വർഗത്തിലെ ദൈവത്തെ പറ്റിക്കാൻ കഴിയത്തില്ല. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യാഖ്യാനിക്കും. വരുന്ന പാസ്റ്ററിന് നമ്മളെ അറിയത്തില്ലായിരിക്കാം, എന്നാൽ തിരുവചനം നമ്മളെ വ്യാഖ്യാനിച്ച് ശരിക്കും സംസാരിക്കും. ലൈഫ് ആൻഡ് മിനിസ്ട്രി. അപ്പോൾ പ്രവാചകൻ വന്നിട്ട്, ഈ പുള്ളികൾ വന്നിട്ട് 2 കാര്യം പറയും. എന്താണ്? എൻ്റെ കൂടെ ഇരിക്കും. 2, പിതാവ് മാനിക്കുന്നവനെ എന്നെ മാനിക്കുന്നവനെ പിതാവും മാനിക്കും. യേശുവിനെ എങ്ങനെയാണ് മാനിക്കുന്നത്? ഹൗ വി ഡു ദാറ്റ്? യേശുവിനെ എങ്ങനെയാണ് നമ്മൾ മാനിക്കുന്നത്? ഹൗ വി റെസ്പെക്ട്, ഹൗ വി ഗ്ലോറിഫൈ ഗോഡ്. അതിന് യൂസ് ചെയ്യുന്ന ഏറ്റവും 2 ഘടകമാണ് പെന്തക്കോസ്തുകാർ മക്കൾക്കുള്ളത്. 1 വായും, 2 കൈയും. ഇങ്ങനെയാണ് വി ഗ്ലോറിഫൈ ഗോഡ്. അത് വേണം, അത് തുടരണം. അപ്പോൾ തന്നെ എൻ്റെ ജീവിതം ലിവിങ് സാക്രിഫൈസ് ആയിട്ട്, ജീവനുള്ള യാഗമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേര് പറയും?
എൻ്റെ ജീവിതം എൻ്റെ കൈയും വായും മാത്രമല്ല. വെള്ളിയാഴ്ച മീറ്റിങ്ങിൽ ഒരു 2 മണിക്കൂർ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി പോയെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അങ്ങനെയല്ല കർത്താവേ. എൻ്റെ ശരീരത്തെ, ഹല്ലേലൂയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രസന്റ് yourself completely as an offering. കർത്താവിന് വേണ്ടി യേശു തൻ്റെ ജീവിതത്തെ, ജീവനെ മുഴുവനുമായി മറ്റുള്ളവർക്ക് സമർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവസഭയ്ക്ക്, ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി I give my life. അതാണ് യഥാർത്ഥമായ ആരാധന എന്നുള്ളത്. ഒരു പ്രായമുള്ളൊരു ദേവദാസൻ എന്നെ ഒരു ദിവസം കറക്റ്റ് ചെയ്തു, മോനെ സഭായോഗം നിന്നെന്ന് പറയണം, ആരാധന നിന്നെന്ന് പറയരുത്. സഭായോഗമാണ് നിൽക്കുന്നത്, ആരാധന നിൽക്കുന്നില്ല. ഇവിടെ 9 മണിയാകുമ്പോൾ സഭായോഗം നിൽക്കും, എന്നാൽ 9 മണിക്ക് ശേഷവും എൻ്റെ ജീവിതത്തെ ഈ കർത്താവിന് വേണ്ടി ജീവനുള്ള യാഗമായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതല്ലേ യഥാർത്ഥമായ ആരാധന? അങ്ങനെ മാനിക്കുന്നവനെ ഒരു ദിവസം ലോകം മാനിച്ചില്ലെങ്കിലും, ലോകമൊന്നും പറഞ്ഞില്ലെങ്കിലും, ഇറ്റ് ഡസന്റ് മാറ്റർ. അതിൽ പിതാവ് മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏതാ വലുത് നമുക്ക്? ഈ 2 കാര്യം പറയുമ്പോൾ ഏതാ? ഞാനിപ്പോൾ നമ്മൾ കണ്ട ഈ 2 കാര്യം ഏതേ? 1 കർത്താവിനോടുകൂടി ഇരിക്കും, 2 അടുത്തത് പറയുകയാണ് എന്നെ മാനിക്കുന്നവനെ പിതാവ് മാനിക്കും. ഈ 2 കാര്യം മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ ആദ്യത്തെ കാര്യം മിസ് ചെയ്യും. എന്താ ആദ്യത്തെ കാര്യം? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ, അത് പറയത്തില്ല. കള്ളപ്രവാചകൻ്റെ 1-ാമത്തെ ലക്ഷണം, ദുരുപദേശക്കാരൻ്റെ 1-ാമത്തെ ലക്ഷണം, അവൻ വിശാല വഴിയായിരിക്കും കാണിക്കുന്നത്, ഇടുക്ക് വഴി കാണിക്കത്തില്ല. അപ്പം തന്നെ മനസ്സിലാക്കിക്കോളും ഇത് പ്രശ്നമാണ്. മാനിക്കുമെന്ന് പറയുന്നുണ്ട്, പിന്നെ ഇരുത്തുമെന്ന് പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറയും. ഒരാൾ പോലും നിൻ്റെ എതിരെ നിൽക്കുകയില്ല. നീ വാലല്ല, തലയാ. പക്ഷേ 1-ാമത്തെ വാക്യം പറയുക, എന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ എന്ത് ചെയ്യട്ടെ? ജീസസിൻ്റെ ലൈഫ് ഒന്ന് നോക്കിക്കേ. അത് വളരെ വിശദീകരിച്ച് പഠിക്കേണ്ടതാണ് പ്രിയരെ. ഞാൻ 4 വാക്യം ഇവിടെ വായിക്കാം. 6:38, യോഹന്നാൻ 6:38. ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത്? സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, തൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ. അടുത്തത് പറയുകയാണ് 8:29, യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും, ആ വാക്ക് കണ്ടോ, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ജീസസിൻ്റെ ലൈഫ് പറയുക. ജീസസ് പറയാം, ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പിതാവിന് മഹത്വം കൊടുക്കും. ഐ ഡോണ്ട് സീക്ക് മാൻസ് ഗ്ലോറി. മനുഷ്യൻ്റെ മഹത്വമല്ല. ഐ ബിഹോൾഡ് ഗോഡ്സ് ഗ്ലോറി. ഐ ഗീവ് ഗോഡ്സ് ഗ്ലോറി. അടുത്തത് 14:31. പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിക്കുന്നത് ഐ ഡു എക്സാക്ട്ലി, അതുപോലെ എന്ന് പറഞ്ഞാൽ പ്ലസും ഇല്ല മൈനസും ഇല്ല, എക്സാക്ട്ലി ദാറ്റ്, അതുപോലെ ചെയ്യുന്നു. 17:4, യോഹന്നാൻ 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലൈഫിനെ അനുഗമിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ അനുഗമിക്കുന്നവനാണ് കർത്താവിനോടുകൂടി ഇരിക്കുന്നത്. ഇങ്ങനെ അനുഗമിക്കുന്നവനെയാണ് പിതാവ് മാനിക്കുന്നത്. അത് ഭൂമിയിലുള്ളത് മാന്യതയല്ല, അത് ഉണ്ടായിരിക്കും ദൈവഹിതമാണെങ്കിൽ. ഇല്ല എങ്കിൽ അവിടെ ആ ദിവസം പിതാവ് മാനിക്കും. സ്തോത്രം. ഇത് കള്ളപ്രവാചകൻ കാണിക്കത്തില്ല. ഈ ലൈഫ് പോലെ താൻ ജീവിക്കത്തില്ല. ഈ ലൈഫ് പോലെ ജീവിക്കാൻ പുള്ളി കൊണ്ട് പറ്റത്തുമില്ല. കാരണം എന്താ? അകത്തുള്ളത് എന്തോ ആത്മാവാ? വഞ്ചനയുടെ ആത്മാവ്. അകത്തുള്ളത് ഏതാത്മാവാണ്? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, ദുഷ്ടന്റെ ആത്മാവ്. എങ്ങനെ ജീവിക്കാൻ പറ്റും? ദൈവാത്മാവ് ഉള്ളിൽ വരാത്തൊരു മനുഷ്യന് ഇതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പം ജീസസിൻ്റെ ലൈഫ്
നമ്മുടെ മുമ്പിൽ സമയം കഴിയാറായല്ലോ. നാളെ കർത്താവ് സമയം അനുവദിച്ചാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ 2 പ്രധാനപ്പെട്ട ഭാഗം കൂടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്കുള്ള ഒരു കാര്യം, മറ്റേത് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം. ഏറ്റവും കൂടുതൽ അറ്റാക്കുള്ള ഒന്നാമത്തെ കാര്യം തിരുവചന ശുശ്രൂഷ, വേർഡ് മിനിസ്ട്രി. കർത്താവ് എങ്ങനെ മിനിസ്റ്റർ ചെയ്തതെന്ന് നമ്മൾ പഠിക്കാൻ പോവുക. 2, പണം, പൊസഷൻ. കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ പണം എങ്ങനെ കർത്താവ് കൈകാര്യം ചെയ്തു, പണക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്തു, അത് നമ്മൾ പഠിക്കാൻ പോവുക. 2 കാര്യം നമ്മൾ നോക്കുന്നത്. 1, ജീസസിൻ്റെ ലൈഫ്. 2, ജീസസിൻ്റെ ശുശ്രൂഷ. ഇതാണ് അളവുകോല്. ഇതുപോലാണോ ഈ വ്യക്തി പറയുന്നത്? ഇതുപോലാണോ കർത്താവ് വചനത്തെ നോക്കിയതുപോലാണോ ഈ വ്യക്തിയുടെ മനോഭാവം വചനത്തോട്? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ അറ്റാക്ക് തിരുവചന ശുശ്രൂഷയും തിരുവചനം പ്രസംഗിക്കുന്നവരുടെ എതിരെയാണ്. ചില വാക്കുകളൊക്കെ ചിലരിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വേദന വരുത്തും. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് എന്തു നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അറിയത്തില്ലല്ലേ. പിന്നെ എവിടെയോ വായിച്ചങ്ങ് പറയുന്നു. എന്തു എൻ്റെ അർത്ഥം? അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറത്തെ ശുശ്രൂഷയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് ആരാധിക്കാം. പിന്നെ സമയം ഉണ്ടെങ്കിൽ അക്ഷരം, കാരണം അക്ഷരം കൊല്ലുമില്ലേ. ദൈവജന ശുശ്രൂഷയാണ് ചിന്തിച്ചല്ലേ? അല്ല, ദാറ്റ് ഈസ് ഓൾഡ് കവനൻറ്റ്. പഴയ ഉടമ്പടിയെക്കുറിച്ച് പറയുക. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും കൂടെ കൊണ്ടുവന്നിട്ട് പറയുക, ആ പഴയ ഉടമ്പടി കൊല്ലുന്നതായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി വചനമില്ലാത്ത ശുശ്രൂഷയല്ല, ആത്മവചനമെടുത്ത് നമുക്ക് ജീവൻ നൽകുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ, അബദ്ധവശാൽ പറയുന്നെങ്കിൽ അത് മാറ്റണേ. അക്ഷരം കൊല്ലുന്നു. സ്തോത്രം. അടുത്തൊരു പദം, ദൈവരാജ്യം വചനത്തിലല്ല, പിന്നെന്താ? ശക്തിയിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളങ്ങ് അടച്ചു വെക്കും, വചനം വേണ്ട, പിന്നെന്താ വേണം? ശക്തി. ഇനി വാ, ഞാൻ തൊടട്ടെ. അവിടെയും വചന ശുശ്രൂഷയെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞപ്പോൾ വായം കൊണ്ട് കസ്രത്ത് പറയുന്നതല്ല. അത് വേർഡ് ഓഫ് ഗോഡിനെ അല്ല പറയുന്നത്. വായം കൊണ്ട് കസ്രത്ത് പറയുന്നതല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആത്മപ്രവർത്തിയ ദൈവത്തിൻ്റെ രാജ്യം. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു തീരുമാനം നമുക്ക് എടുത്തിട്ട് പോകണം. പഥ്യമായതേ ഞാൻ കഴിക്കത്തുള്ളൂ. സ്തോത്രം. യേശുവിനെ പോലെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കും നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? യേശുവേ നിൻ്റെ രൂപം എനിക്ക്. ആ പാട്ടൊന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം, ഒരു 2-3 മിനിറ്റ് കർത്താവിനെ ധ്യാനിച്ച്, ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച്, ആ കർത്താവിൻ്റെ ജീവിതം ധ്യാനിച്ച്, കർത്താവെ അതുപോലെ ജീവിക്കാൻ. ഐ ആം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ. ഭയപ്പെടേണ്ട പ്രിയരെ, നമ്മളെ സഹായിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളെ കർത്താവ് വെറുതെ വിടുകയില്ല. ഇന്ന് ഈ ദൈവസഭയോട് കർത്താവിൻ്റെ വചനം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഗോഡ് വാണ്ട്സ് us ടു വർക്ക് ഇൻ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക കർത്താവ്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് വിധേയപ്പെട്ടൊന്ന് കൊടുക്കാമോ? യേശുവേ നിൻ്റെ രൂപമേ. നമുക്ക് പാടാം. യേശുവേ നിന്റെ രൂപമേ, എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമേ, എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം ഓടുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം ഓടുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ
സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ഒരു സമർപ്പണത്തോടെ പകൽക്കാലം കർത്താവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് വരാം. എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദാസരെ പോലെ സേവ ചെയ്തെന്നും ദൈവത്തിൻ ഏകജാതനേ. ദാസനെ പോലെ സേവ ചെയ്തെന്നും ദൈവത്തിൻ ഏകജാതനേ. വാസം ചെയ്യണം ഈ വിനയം എന്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ വിനയം എന്റെ ഉള്ളിലും. തന്റെ പിതാവിന്റെ ഹിതം തന്റെ